ചുഴലിക്കാറ്റിന്റെ ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിന്റെ മലയോര മേഖലകളിലും മഴ ശക്തമാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തും റെഡ് അലർട്ടായി മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. നാളെയോടെ സംസ്ഥാനത്ത് മഴ കനക്കും. 4 ജില്ലകളിൽ റെഡ് അലർട്ടും 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവളത്ത് ശക്തമായ തിരമാലയെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് കടലിലിറങ്ങാൻ വിലക്കേർപ്പെടുത്തി. എറണാകുളം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് ഡിസംബർ 4 വരെ നിരോധനം ഏർപ്പെടുത്തി. തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽനാഥും കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ്.യും വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ആദ്യം ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, നമ്മൾ മഴയുണ്ട്, കനത്ത മഴയുണ്ട് എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോഴത്തെ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണ്. എന്താണ് നമ്മുടെ പുതുതായി വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, അലർട്ടുകൾ? അത് എങ്ങനെയാണ്, എവിടങ്ങളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ മഴ കനക്കുന്നത്? തെക്കൻ കേരളത്തിൽ നൽകാനാവുന്ന വിവരങ്ങൾ കൂടി. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് അതിന്റെ പ്രഭാവം കൃത്യമായി അത് വലിയ രീതിയിൽ തന്നെ കേരള തീരത്തും ശക്തമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ, ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കോവളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരം വിലക്കിയിട്ടുണ്ട്. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് കോട്ടയം, മീനച്ചിൽ താലൂക്കിലും അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിലും അവധിയാണ്. അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസവും ഇന്നും ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ റെഡ് അലർട്ട് മാറി വന്നിരിക്കുകയാണ്. വീണ്ടും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലേക്ക് തന്നെ റെഡ് അലർട്ട് പോവുകയാണ്. എന്തായാലും തിരുവനന്തപുരം ജില്ലയും ഈ റെഡിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകളും മുൻപിൽ കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതയാണ് ബാക്കി ജില്ലകളിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് തീരദേശവുമായി ബന്ധപ്പെട്ടാണ്. തീരദേശത്ത് അതിശക്തമായ കാറ്റിനും മഴയ്ക്കും ഒപ്പം തീവ്ര മിന്നലിനുമുള്ള സാധ്യതകളൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്തായാലും ഉള്ളത് ഗ്രീൻ അലേർട്ടാണ്. അത് മാറി ഓറഞ്ചിലേക്കും യെല്ലോയിലേക്കും ഒക്കെ, ഓറഞ്ചിലേക്ക് മാറാനും അതിൽ നിന്ന് റെഡിലേക്ക് മാറാനും ഒക്കെ നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇന്നിപ്പോൾ ഉണ്ടായിരുന്ന രാവിലെ കൊടുത്ത അലേർട്ട് അല്ല വൈകുന്നേരത്തേക്ക് വരുമ്പോൾ മാറി മറിയുകയാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തും മാത്രമായി ഇപ്പോൾ റെഡ് അലേർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിലവിൽ എന്തായാലും കൂടുതൽ ജാഗ്രത ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളെ അടക്കം വിലക്കുന്ന നിയന്ത്രണങ്ങളിലേക്ക് തന്നെ കൂടുതൽ കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരികളെ, ആഭ്യന്തര വിനോദസഞ്ചാരികളൊക്കെ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സമയം കൂടിയാണിത്. ഇതൊരു സീസണാണ്. പക്ഷേ ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കൂടെ അതിനൊരു കൂടുതൽ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളും കർശന നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും അറിയാതെ തീരദേശത്തേക്ക് എത്തുന്നവരുണ്ട്. കേരള തീരത്ത് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനും മടങ്ങിയെത്താം. ഷിനോജ് കൂടിയുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. കോട്ടയത്താണ് നിലവിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാമ്പാടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള വിവരം നമുക്ക് ലഭ്യമാവുന്നു, ദൃശ്യങ്ങളും ലഭ്യമാവുന്നുണ്ട്. ഷിനോജ്, എവിടെയൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളിൽ മഴ കനക്കുന്നുണ്ട്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടോ? അക്ഷയ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, കോട്ടയം ജില്ലയുടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടുന്നുണ്ടായിരുന്നു. വൈകിട്ടോട് കൂടി അത് കുറച്ചുകൂടി കനത്തു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയെന്നോ പടിഞ്ഞാറൻ മേഖലയെന്നോ വ്യത്യാസമില്ലാതെ ജില്ലയിൽ ആകമാനം തന്നെ ഇത്തരത്തിൽ മഴ ഇന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്കണവാടി, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഈ അവധി ബാധകമാണ്. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷ ഇതിൽ ഉൾപ്പെടുന്നില്ല. മാത്രമല്ല, ഈരാറ്റുപേട്ട വാഗമൺ റോഡ്, പുഴറിയ മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് എന്ന് പറയുന്നത്. അവിടെ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഇപ്പോൾ കളക്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 4 വരെയാണ് ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, ഇല്ലിക്കൽക്കല്, മാർമലരുവി, ഇലവിഴ, പൂഞ്ചിറ തുടങ്ങിയവിടങ്ങളിലേക്കുള്ള പ്രവേശനവും കളക്ടർ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. അതും ഡിസംബർ 4 വരെയാണ്. ഈ മഴക്കെടുതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളി കറുകച്ചൽ റോഡിൽ പാറപ്പ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇപ്പോൾ ഈ മണ്ണ് നീക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല, ഈ വെള്ളപ്പൊക്കം പാമ്പാടി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ
താഴ്ന്ന പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ, ചെറിയ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ഈ 17 വാർഡിലെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഈ നെടുങ്കുന്ന ഭാഗത്ത് ഇന്ന് കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം മഴ ലഭിച്ച പ്രദേശമാണ് നെടുങ്കുന്ന ഭാഗം. ഈ നെടുങ്കുന്ന ഭാഗത്ത് ശക്തമായ മഴയിൽ ഏകദേശം 10ഓളം ഈ കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കും ഒക്കെ ഇപ്പോൾ ചങ്ങനാശ്ശേരി താലൂക്കിന്റെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടന പാതയിൽ ഏകദേശം വൈകിട്ടോടുകൂടി ഒരു 6-7 മണി അടുപ്പിച്ച സമയത്ത് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ ഉദ്യോഗസ്ഥർ എത്തിയാണ് അവരൊക്കെ, അതുപോലെ തന്നെ MVDയുടെയും ഒക്കെ ആളുകൾ എത്തിയാണ് അത്തരത്തിൽ മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റിയത്. എന്തായാലും ജില്ലാ ഭരണകൂടം ആളുകൾക്ക് വേണ്ട സാഹചര്യം നിലവിലുണ്ടോ? ഇന്ന് രാത്രി ആ തരത്തിൽ പ്രത്യേക കരുതൽ നൽകേണ്ട ഇടങ്ങളുണ്ടോ? എവിടെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്? അക്ഷയ, ജില്ലയിലാകമാനം, അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് സാധാരണ ഈ കിഴക്കൻ മേഖലയിലാണ് മഴ കനക്കുന്നത് കോട്ടയത്ത് ആദ്യമൊക്കെ. അതിനുശേഷമാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ സാധാരണ വരുന്നത് പിന്നീടാണ്. 1-2 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പടിഞ്ഞാറൻ മേഖലയിൽ ഈ മഴ ഏറ്റവും കൂടുതൽ ദുരിതമായി മാറുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മഴ കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ഇപ്പോഴും ഒരു കിഴക്കൻ മേഖല, അതായത് ഈ മലയോര മേഖല തന്നെയാണ്. കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മേഖലകൾ, അവിടെയൊക്കെ തന്നെയാണ് ശക്തമായ രീതിയിലുള്ള മഴ ഒരു രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഈ മീനച്ചിലാറിലെയും അതുപോലെ തന്നെ മണിമലയാറിലും ഒക്കെ തന്നെ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു അപകടകരമായ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടില്ല. നിലവിൽ കാര്യങ്ങൾ പ്രശ്നമില്ലാത്ത രീതിയിൽ പോവുകയാണ്. എങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നദീതീരങ്ങൾ താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണം, അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ മേഖലകളൊക്കെ കോട്ടയത്ത് ഉണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് ഇപ്പോഴും കാര്യമായി ഭേദപ്പെട്ട രീതിയിലുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ TV കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോദ്യമായിരിക്കും, കോട്ടയം ജില്ലയിൽ ആകെ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ? 2 താലൂക്കുകളിൽ മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. അക്ഷയ, തീർച്ചയായും. പ്രത്യേകിച്ച് ഇപ്പോൾ പലരും നമ്മുടെ അടുത്തൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ കോട്ടയം താലൂക്ക്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ കോട്ടയം താലൂക്കിലാണ്. ഇവിടെ രാവിലെ ഏകദേശം ഉച്ച മുതൽ കാര്യമായ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മീനച്ചിൽ താലൂക്കിലും കാഞ്ഞിരപ്പള്ളി താലൂക്കിലും മാത്രമാണ്. എങ്കിലും ഒരുപക്ഷെ കോട്ടയം താലൂക്കിൽ കൂടി അവധി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഒരുപക്ഷെ കളക്ടർ തുടർന്ന് ഈ മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കും. എന്തായാലും നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 താലൂക്കുകൾ മാത്രമാണ്. മീനച്ചിൽ താലൂക്കും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്കണവാടി, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. അതേസമയം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകളൊന്നും തന്നെ മാറ്റമില്ല. അത് ക്രമമായി തന്നെ നടക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ രാത്രികാല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രികാല യാത്രയ്ക്ക് ഉൾപ്പെടെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിലൊക്കെ തന്നെ രാത്രികാല യാത്രയ്ക്കും ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ള മഴ, സ്വാഭാവികമായി ഉണ്ടാകുന്ന രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള മഴ ഇപ്പോൾ കോട്ടയത്ത് പെയ്യുന്നുണ്ട്. ശരി, എന്തായാലും ഷിനോജ് പറഞ്ഞതുപോലെ തന്നെ 2 താലൂക്കുകളിൽ മാത്രമാണ് കോട്ടയത്ത് അവധിയുള്ളത്. അത് കാഞ്ഞിരപ്പള്ളിയിലും ഒപ്പം തന്നെ മീനച്ചിലുമാണ്. 2 താലൂക്കുകളിൽ മറ്റ് എല്ലാ താലൂക്കുകളിലുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും നാളെ പ്രവൃത്തി ദിവസമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ എല്ലായിടത്തും മഴ ശക്തമാകുന്നുണ്ട് ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി ഇത്രയും വൈകി കളക്ടർ ഒരു അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അവിടെ ഇപ്പോൾ കൂടുതൽ കരുതൽ നടപടികളിലേക്ക് പോകേണ്ടി വരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു. ഒപ്പം തന്നെ മറ്റു മലയോര മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ജാഗ്രതാ നടപടിയൊക്കെ സ്വീകരിക്കുന്നു ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്, ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. നമുക്ക് കോട്ടയത്ത് നിന്ന് ഷിനോജ് നൽകുന്ന വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽനാഥ് തുടരുന്നുണ്ട്. ഗോകുൽ, സംസ്ഥാനത്താകെ ഏതു തരത്തിലുള്ള കരുതൽ നടപടികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്? എങ്ങനെ പലയിടത്തായിട്ട് റെഡ് അലേർട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒപ്പം തന്നെ മഴ, വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകാൻ, ഏതു തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? പക്ഷേ നാളെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളിലൊക്കെ തന്നെ ഉന്നതതല യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. അത് ചേർന്നതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരിക. എന്തായാലും നമ്മളിപ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ അലേർട്ടുകളൊക്കെ മാറി മാറി വരികയാണ്. മുൻപ് ഓറഞ്ച് അലേർട്ട് ആയിരുന്നതാണ് ഇപ്പോൾ റെഡ് അലേർട്ടിലേക്ക് മാറുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് വയനാട് ജില്ലയും കോട്ടയം ജില്ലയുമാണ്. കനത്ത മഴ അവിടെ തുടരുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ ആ ജില്ലകൾക്ക് പ്രത്യേക അവധിയോ കാര്യങ്ങളോ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്
നാളെ ഉന്നതതല യോഗം ചേരാനുള്ള സാധ്യതകൾ ഉന്നതതല യോഗം ചേരുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കും. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല ഇന്നു മുതൽ 4-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഗ്രീൻ അലർട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അതും മാറാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട്. നമ്മൾക്ക് ഒരിക്കലും ഇത് പ്രഡിക്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഈ അലർട്ടുകൾ മാറി മറിഞ്ഞു വരികയാണ്. കടൽ തീരവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് അതിൻ്റെ അലയൊലികൾ ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലെ പലയിടങ്ങളിലും പല തീരദേശ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ശക്തമായ വേലിയേറ്റവും കടൽ കയറുന്ന പ്രതിഭാസവും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം ശക്തമായ മഴയും പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഇടങ്ങളിലൊക്കെ തന്നെ വിനോദസഞ്ചാരികൾ, ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കടക്കം നിയന്ത്രണങ്ങളുണ്ട്. സൂചിപ്പിച്ച പോലെ നാളെ ഉന്നതതല യോഗമൊക്കെ ചേരുന്നുണ്ട്. ഈ ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ ചൊല്ലി അപ്പോൾ പ്രേക്ഷകരോടാണ്, ഒപ്പം തന്നെ വിദ്യാർത്ഥികളോടാണ്. 2 ജില്ലകളിലാണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലും വയനാട്ടിലും മാത്രമാണ്. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലും ഒപ്പം മീനച്ചിലും 2 താലൂക്കുകളിലായിട്ടും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.